ഈശോയിലെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ മലയിലെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മൾ മുഴുവൻ ഈശോയുടെ മലയിലെ പ്രസംഗത്തിലെ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുകയായിരുന്നു. അതായത് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളെ പറ്റി സുവിശേഷം നമ്മളോട് സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നിങ്ങളും വിധിക്കപ്പെടും എന്ന് പറയുകയാണ്. നിങ്ങൾ വിധിക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നമുക്ക് ഈ ഒരൊറ്റ വചനം നമുക്കൊന്നെടുത്ത് ചിന്തിച്ചു നോക്കാം. അതായത് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങളും അളക്കപ്പെടും, അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരാളെ നമ്മൾ മാനുഷികമായിട്ട് രീതിയിൽ നമ്മൾ വിധിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഏത് അളവുകോല് കൊണ്ടാണോ നീ അവനെ വിധിച്ചത് അതുകൊണ്ട് തന്നെ നീയും വിധിക്കപ്പെടും. മനുഷ്യരെ നിന്നെ വിധിക്കുമെന്നല്ല പറയുന്നത്, മറിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നീ അതിന് സമാധാനം പറയേണ്ടി വരും എന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്. മനുഷ്യരാൽ നീ വിധിക്കപ്പെടും എന്നല്ല, മറിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നീ വിധിക്കപ്പെടുമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്. നമ്മളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്കും അളന്നു കിട്ടും, അല്ലെങ്കിൽ നീയും അളക്കപ്പെടും, അല്ലെ? എൻ്റെ പ്രവൃത്തികള്, എൻ്റെ ചിന്തകള്, എൻ്റെ സംസാരങ്ങളെല്ലാം ഞാൻ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ അളക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നോമ്പ് കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഈ വചനം മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നല്ല രീതിയിൽ തിരുത്തുവാനായിട്ട് വിധിക്കാതെ അവരെ തിരുത്തുവാനുമായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.